ഈ ന്യൂസ് കണ്ടോക്കിയേ. ഒരു 5 അംഗ സംഘം ബൈക്കിൽ രാത്രി ഒരു 9 മണിക്ക് ശേഷം ഇവിടേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ചൊരു വാക്തർക്കം ഉണ്ടാവുകയായിരുന്നു. ആ വാക്തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിലൊരാൾ ശിവസൂര്യനെ കടയുടെ ഗ്ലാസ് ഡോറിലേക്ക് പിടിച്ച് തള്ളുന്നത്. ശിവസൂര്യ വന്ന് വീണ ആ ഒരു ആഘാതത്തിൽ ചില്ല് തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ആ കുപ്പിച്ചില്ലുകൾ ശരീരത്തിൽ കുത്തിക്കയറി ആണ് ശിവസൂര്യയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. പെട്ടെന്ന് തന്നെ വീണ ഉടനെ തന്നെ ശിവസൂര്യ ചാടി എഴുന്നേറ്റ് മുൻപോട്ട് നടക്കാൻ ശ്രമിച്ചെങ്കിലും കുഴഞ്ഞ് ബോധരഹിതനായിട്ട് മുൻപോട്ട് വീഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും 18-നും 20-നും വയസ്സിനിടയിൽ തന്നെയായിരുന്നു പ്രായം. പരിഭ്രാന്തിയിലായിരുന്ന അവർ തന്നെയാണ് പെട്ടെന്ന് ശിവസൂര്യനെ ബൈക്കിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ വാർത്തയിൽ കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു 5 പിള്ളേർ ഫ്രണ്ട്സായിട്ട് ഒരു രാത്രി ബൈക്കിൽ വന്നിട്ട് ഒരു കടയുടെ മുമ്പിൽ നിന്ന് ഒരു തർക്കമുണ്ടായി. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മരിച്ചു. അതാണ് സംഭവം. അപ്പൊ അതിന്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ടായി. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ അതില് ഇപ്പോ പിള്ളേർ തമ്മിലുള്ള വാക്ക് തർക്കം, അത് തല്ലായി. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഒരു കയ്യബദ്ധം എന്ന് പറയാം. അല്ലാണ്ട് ഇപ്പൊ കൊല്ലണം എന്ന് വിചാരിച്ച് ഇതല്ല. ഇവർ കടയുടെ മുമ്പിൽ വെച്ച് തല്ലുവിടുന്ന സമയത്ത് ആ കടയുടെ ചില്ലുമേക്ക് ഒരുത്തം വീണു. അപ്പോൾ ചില്ലുകൾ മേത്ത് കുത്തി തറച്ച് ആൾ മരിച്ചുപോയി. അപ്പൊ അതില് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അത് പറയണം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുപ്പിച്ചില് കയറി ചെക്കൻ അവിടെ നിന്ന് നടന്നു വരാണ് ഇവരുടെ ഒപ്പം കടയുടെ ഫ്രണ്ടിൽ നിന്ന്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനവൻ ഈ കുഴഞ്ഞു വീണു. അപ്പോൾ അപ്പോൾ ഉള്ളവർ പെട്ടെന്ന് എന്ത് സംഭവം എന്ന് മനസ്സിലാവാണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ അതെനിക്ക് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഡ്രഗ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷെ കാണുമ്പോൾ ഒരു ന്യൂസിൽ പറഞ്ഞതൊക്കെ 18-നും 20-നും ഇടയിലുള്ള പിള്ളേരാണ്, ചെറിയ പിള്ളേരാ. ഒപ്പം ഈ ചെക്കൻ വീണ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നടപെടണല്ലേ. കാരണം നാട്ടുകാർ ചിന്തിക്കണോ, ഇപ്പോൾ വല്ല കഞ്ചാവാണെങ്കിൽ അല്ലെങ്കിൽ വല്ല മയക്കും വരുന്നാണെങ്കിൽ വെറുതെ പണി വാങ്ങണമെന്ന് വെച്ചാൽ ആരും ഇടപെട്ടില്ല. പക്ഷേ ഈ ചെക്കൻ കുഴഞ്ഞു വീണുമ്പോൾ അപ്പം എന്നെ പിള്ളേർക്ക് കാര്യം മനസ്സിലായി. പിള്ളേർ ഭയങ്കര ആ വീഡിയോയിൽ കാണാൻ പറ്റും അവരുടെ മൂവ്മെന്റ്സ് ഭയങ്കര ഫാസ്റ്റായി. അവര് കറക്റ്റ്, അതായത് അവർ തോട്ട് പ്രോസസ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അതായത് അവർ വേറെ വണ്ടിക്കൊന്നും കൈ കാണിച്ച ആൾക്കാർ നിർത്താൻ ചാൻസ് ഇല്ല എന്നൊക്കെ അവർക്ക് അറിയാം. പറഞ്ഞ മനസ്സിലായ? അപ്പൊ അവര് കറക്റ്റായിട്ട് ബൈക്കില് നടുവിൽ ഇവനെ ഇരുത്താനായിട്ട് ഇരുത്തി ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര, കാരണം അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതായത് അറിയാണ്ട് പറ്റിപ്പോയ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് തല്ലുണ്ടാവണത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, അല്ലാണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തല്ല് അല്ലെങ്കിൽ ഇടിയൊക്കെ ഉണ്ടാവണത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെതായ തല്ലും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ഈ പിള്ളേര് ആശുപത്രിക്ക് കൊണ്ടുപോയി. ചെക്കൻ മരിച്ചുപോയി. പക്ഷെ എന്നാലും ആ ഒരു ആക്ഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഇവനെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം. പെട്ടെന്ന് ഒരു ചെറിയതായിട്ട് 1-2 പിള്ളേർ പാനിക് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും അവര് കൊണ്ടുപോയി. അത് വളരെ നല്ല കാര്യം എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും അവന് ചെയ്യണമെന്നില്ല, പ്രത്യേകിച്ച് 18-20 വയസ്സിനുള്ള ഇടയിൽ, അതും ബൈക്കിൽ എടുത്ത് കൊണ്ടുപോയി പിള്ളേര്. പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ അവനെ കൊല്ലാനുള്ള ഉദ്ദേശമല്ല. തല്ലുണ്ടായി, വല്ല വാക്ക് തർക്കം വൈരാഗി വെച്ചിട്ട്. പക്ഷെ അതിന്റെ ഇടയിലുണ്ടായ ഒരു കയ്യബദ്ധം. അപ്പൊ പിള്ളേരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഡ്രഗ്സ്, ആൽക്കഹോൾ അല്ലെങ്കിൽ സാധനങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കുക. പ്രശ്നങ്ങളുണ്ടാവും, അത് ഏത് പ്രായത്തിലുള്ള ഏത് ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ആർക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് പരമാവധി പറഞ്ഞു തീർക്കുക. അപ്പൊ അഥവാ ഫിസിക്കലായിട്ട് അടിച്ചു തീർക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും അംഗീകരിക്കില്ല. പക്ഷെ എന്നാൽ അങ്ങനെ തോന്നിന് ഇതുപോലത്തെ പരിസരം ശ്രദ്ധിക്കുക. ഈ ഗ്ലാസിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ചിലവന്മാർ കമ്പിപ്പാരെടുത്ത് എല്ലാം പോവുക, ബോധം ഉപയോഗിക്കുക. വെറുതെ മരിച്ചവന്റെ കുടുംബത്തിനും പ്രശ്നം, ഈ ചെയ്ത പിള്ളേരും കുടുംബത്തിനും, എല്ലാവരും കുടുംബത്തിനും അവർക്കൊക്കെ പ്രശ്നം. വെറുതെ ഈ ജീവിതം കളയേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒപ്പം തന്നെ പിള്ളേരുടെ ആക്ഷൻസ് എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. കാരണം ആ സന്ദർഭം മനസ്സിലാക്കി വളരെ നന്നായിട്ട് അവർ ഹാൻഡിൽ ചെയ്തെന്ന് എനിക്ക് തോന്നി. ആ ഒരു ഈ തല്ലുണ്ടായി കഴിഞ്ഞിട്ട് അവൻ ആശുപത്രി കൊണ്ടുപോകാനെടുത്ത ആ ഒരു എഫേർട്ട്